എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ഇണയില്ലാത്തൊരു പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാൻ. നാദാ വരുവാൻ താമസമെങ്കിൽ, നാദാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതസമയം ദൈവവചനമായിട്ട് നിങ്ങളെ വീണ്ടും കാണുവാൻ ദൈവടിയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. മാനവരാശിയുടെ ഉൽപ്പത്തി തുടങ്ങി യഹോവയായ ദൈവത്തിൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ തെളിഞ്ഞു വന്ന ദൈവിക പദ്ധതിയാണ് മനുഷ്യന് തക്ക തുണ എന്ന ആശയം. ആദാമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം ദൈവം സൃഷ്ടിച്ച സകല മൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും അവൻ്റെ മുമ്പിൽ വരുത്തി കൊടുത്തു, താൻ എന്ത് പേരിടുമെന്ന് കാണുവാനായി ഇരുന്നത്. അങ്ങനെ അവനിട്ട പേര് അവയ്ക്ക് പേരായി യുഗങ്ങളായി അതെന്നും തുടരുന്നു. എങ്കിലും അവയൊന്നും തന്നെ ആദാമിന് തക്ക തുണയായില്ല എന്ന് ദൈവം കണ്ട് അവന് വേണ്ടി ഒരു തക്ക തുണയ്ക്ക് വേണ്ടി ദൈവപ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ആദാമിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ദൈവം ഈ പദ്ധതിയിൽ ഏർപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ അനസ്തേഷ്യ കർമ്മം ദൈവമാണ് ആദാമിന് നൽകിക്കൊണ്ട് അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് പകരം മാംസം പിടിപ്പിച്ച് ഹവ്വായെ സൃഷ്ടിച്ചു. ആദാമിന് ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കുമ്പോൾ ദൈവം മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ തൻ്റെ മുമ്പിൽ വരുത്തിയതുപോലെ സ്ത്രീയെയും തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു എന്ന് പറഞ്ഞു. ദൈവം ചെയ്ത ക്രിയകൾ എന്താണെന്ന് ആദാമിനോട് പറഞ്ഞില്ല. എങ്കിലും ദൈവത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയം തക്ക തുണ എന്നുള്ളത്, അതിൻ്റെ പൂർത്തീകരണം ആദാമിൻ്റെ വാക്കുകളിൽ നിന്ന് ദൈവത്തിന് മനസ്സിലാക്കുവാൻ എന്തുകൊണ്ട് സാധിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവഹിതത്തിന് വിപരീതമായ ചില സംഗതികൾ ദൈവപുത്രന്മാർ ചെയ്തു. ഇവർ വാഴ്ച കാക്കാത്ത ദൂതന്മാരാണെന്ന് അഭിപ്രായമുണ്ട്. മനുഷ്യരുടെ ബുദ്ധിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി എടുത്തു. ഇത് ദൈവം ഉദ്ദേശിച്ച പോലെ തക്ക തുണയല്ല, അത് തക്ക ഇണയാണ്. പരുന്ത് തൻ്റെ ഇണയോടി കൂടും എന്നും യഹോവയുടെ പുസ്തകത്തിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല എന്നും യെശയ്യാവിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനൊഴികെ സർവ്വ സൃഷ്ടിക്കും ഇണയുണ്ടാക്കി കൊടുത്തു. എന്നാൽ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഇണയേക്കാൾ ശ്രേഷ്ഠമായ തക്ക തുണയാണ് കണ്ടെത്തി കൊടുത്തത്. ദൈവം സകലത്തിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യന് വേണ്ടി എന്തിനിപ്രകാരം ചെയ്തു? പാശ്ചാത്യ സംസ്കാരത്തിൽ കുടുംബജീവിതങ്ങളുടെ അടിത്തറ തകരുവാൻ കാരണം എന്താണ്? ഉത്തരമായി നമുക്ക് ലഭിക്കുന്നത് ദൈവപ്രവർത്തികളെ മറന്ന് സ്വന്തം വാസസ്ഥലം കാക്കാത്ത മനുഷ്യപുത്രിമാരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവപുത്രന്മാരെ പോലെ അല്ല ദൂതന്മാരെ പോലെ ലോകം തീർന്നിരിക്കുകയാണ്. മൃഗതുല്യ സ്വഭാവമായി മനുഷ്യൻ മാറിപ്പോകുന്നതിനാലാണ് തക്ക തുണയെ, ദൈവിക പദ്ധതിയെ മറന്നിട്ട് മൃഗസമാനമായി ഇണയെ തേടി നടക്കുന്നത്. സ്വയപരിശ്രമത്താൽ ഒരുപക്ഷെ തക്ക ഇണയെ കണ്ടെത്തിയെന്ന് വരാം, പക്ഷേ അത് തുണയായിരിക്കുകയില്ല. അങ്ങനെയുള്ളവർ ഭാവിയിൽ കണികളായി മാറുകയുള്ളൂ. പ്രയാസഘട്ടങ്ങളിൽ വിട്ടകലാതെ സഹിഷ്ണുതയോടെ നിലകൊള്ളണമെങ്കിൽ ദൈവം നൽകിത്തരുന്ന തക്ക തുണകൾക്ക് മാത്രമേ സാധിക്കൂ. അല്ലാത്ത പക്ഷം അവ നമ്മെ വിട്ടകലും. ലോകമെമ്പാടും വിവാഹമോചനം ഉയർന്നു വരികയാണ്. അതിന് കാരണം എന്താണ്? യുവതീയുവാക്കൾ തങ്ങൾക്ക് തക്ക ഇണയെ തേടി പരക്കം പായുന്നതിനാലാണ്. ദൈവം തക്ക തുണയെ യോജിപ്പിച്ചതാണെങ്കിൽ മരണം വരെ വേർപിരിക്കുകയില്ല. ഹവ്വ തെറ്റിൽ അകപ്പെട്ട് ആദാമിനെ കൂടെ പാപത്തിൽ വീഴ്ത്തിയിട്ടും ദൈവം എന്തുകൊണ്ട് ഹവ്വയെ ഒറ്റയ്ക്ക് ഏതിന് പുറത്ത് വിട്ടില്ല? ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാമായിരുന്നു. ദൈവം മനുഷ്യനെ നല്ലൊരു പാഠം പഠിപ്പിക്കുകയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ അറിയുകയും ചെയ്തിരുന്നു. തക്ക തുണയെ നൽകിക്കൊടുത്തത്
ദൈവമായിരുന്നു. അവൾ തെറ്റ് ചെയ്തിട്ടും ദൈവം ബന്ധം വേർപെടുത്തിയില്ല. ഇന്നത്തെ തലമുറകൾക്ക് ദൈവം ഒരു അടയാളമായി ഇത് ചെയ്തു. പാപം ചെയ്തതിനാൽ ഇരുവരെ ഒന്നിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അമേരിക്കയിൽ നിസ്സാര വിഷയങ്ങൾ കാരണം രാത്രി കൂർക്കം വലിക്കുന്നത് എന്നുള്ള പരാതിമേൽ വിവാഹമോചനം നേടിയതായി കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെയും കാരണം ദൈവികത പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് നടത്താത്തതാണ്. പ്രിയരെ, മൃഗതുല്യം ജീവിക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇണ മതിയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികൾ ആദാമിന് കൂട്ടാളിയായി മാറുമായിരുന്നു. എന്നാൽ അതുപരിയായി ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. തക്ക തുണയെ ദൈവം കണ്ടെത്തി. അത് മറ്റൊന്നിൽ നിന്നല്ല, അവനിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. നഷ്ടപ്പെട്ട ഭാര്യയെല്ലാം അവനിലേക്ക് മടക്കി കൊടുത്തു. നെബൂഖദ്നേസർ കണ്ട ബിംബത്തെ പോലെ ഇരുമ്പും കളിമണ്ണും തങ്കവും താമ്രവും വെള്ളിയുമായി ഇടകലർന്ന അവസ്ഥയാണെങ്കിൽ അത് ഒരിക്കലും യോജിക്കയില്ല. എല്ലുപോയ സ്ഥാനത്ത് താമ്രമോ വെള്ളിയോ വന്നു ചേർന്നാൽ എങ്ങനെയായിരിക്കും? ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാരണം ചേരുന്നതിനാലാണ്. വിശ്വാസിക്ക് അവിശ്വാസികളുമായി എന്തോഹരി, അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പൗലോസ് പറയുന്നു. യോജിപ്പില്ലാത്ത നോവ ചുമക്കരുത്. മിലിറ്ററി ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ റാങ്ക് ഏതാണോ ആ റാങ്കുകാരുമായി ചേർന്നിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ. വസ്ത്രം മാറി ധരിക്കുന്ന പോലെ മനുഷ്യരുടെയിൽ വിവാഹമോചനം നടക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. യുവതലമുറയെ നിങ്ങൾ ഏത് രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് ആഗ്രഹിക്കുന്നത്? ദൈവികത പ്രകാരം തക്ക തുണയെ നൽകി തരുവാൻ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൂതന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം ബോധിച്ച് ഇണയെ കണ്ടെത്തിയതിനാൽ മനുഷ്യായുസ് ദൈവം കുറച്ചു. 969 വർഷം ജീവിച്ചിരുന്ന മെതുശലേമിൻ്റെ പിന്തലമുറയ്ക്ക് പറ്റിയ വീഴ്ച മൂലം ആയുസ് 120 വർഷമായി ദൈവം കുറച്ചു. ലോകം കുറെ കൂടെ പുരോഗമിച്ചു. പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ തമ്മിലും വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്നു. അകപ്പതനത്തിൻ്റെ ആരംഭമല്ലാതെ എന്താണ് ഇതിന് പറയുക? ദൈവം ഇത് മുൻകൂട്ടി കണ്ടതിനല്ലായിരിക്കും ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അനുദപിക്കുന്നു എന്ന് പറഞ്ഞത്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും സ്വർഗത്തോട് ഒരിഷ്ടമുണ്ട്. മനുഷ്യൻ ഇങ്ങനെ പുരോഗമനമില്ലാതെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് വന്നു ഭവിച്ചിരിക്കുന്ന മാറ്റം ഒന്ന് അളന്നു നോക്കിയാൽ ദൈവത്തിൽ നിന്നും എത്രയോ ദൂരം അകലെയാണ് യാത്ര ചെയ്യുന്നത്. രൂത്ത് ദൈവത്തിങ്കൽ സ്വയം സമർപ്പിച്ചു. നവോമിയുടെ ദൈവം അവളുടെ ദൈവം എന്ന് ഏറ്റുപറഞ്ഞു. ആകയാൽ ദൈവം അവൾക്ക് തക്ക തുണയെ നൽകിക്കൊടുത്തു. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുമ്പോൾ ബോവസിന് 80 വയസ്സ് പ്രായമുണ്ട് എന്നും നേരത്തെ വിവാഹം കഴിച്ച് ഭാര്യ മരിച്ചവനുമായിരുന്നു. ഈ തരുണത്തിലാണ് ദൈവസന്നിധിയിൽ അവളെ സ്വയം സമർപ്പിച്ചത്. അവളും വിവാഹത്തെയും ഭർത്താവ് മരിച്ചവളും മക്കളില്ലാത്തവളുമായിരുന്നല്ലോ. അങ്ങനെ അവൾക്ക് തക്ക തുണയെ ദൈവം നൽകി ആദരിച്ചു. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേര് വരുവാൻ കാരണമായി തീർന്നു. ദൈവത്തിനും ദൈവാലോചനയ്ക്കും വിധേയപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് തക്ക തുണയെ നൽകി ആദരിക്കും. സ്വയം കണ്ടെത്താൻ തുനിയാതെ ദൈവകരങ്ങളിൽ വിഷയം സമർപ്പിക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.